3 ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പീരിയഡ്സ് ആവുക തന്നെ ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരു ചേഞ്ച് വരാറില്ല. അത്രയ്ക്ക് എനിക്ക് നന്നായിട്ട് റിസൾട്ട് ഉള്ളതാണ്. ഹായ്, എൻ്റെ പേര് രേഷ്മ. മിറക്കിൾ മിറർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഹൗ ടു ഗെറ്റ് പീരിയഡ്സ് ഫാസ്റ്റ്. ലൈക്ക് പീരിയഡ്സ് അങ്ങനെ പെട്ടെന്ന് വരിക, ലൈക്ക് ഔട്ട് ഓഫ് ദ ബ്ലൂ വരിക എന്നുള്ളതല്ല. നമുക്കിപ്പോൾ ഡേറ്റ് ആണ്, ഒരു 18-ാം തീയതി 19-ാം തീയതി ഒക്കെ പീരിയഡ്സ് ആവേണ്ടതാണ്. പക്ഷേ പീരിയഡ്സ് ആയിട്ടില്ല. എക്സ്റ്റെൻഡ് ആയിട്ട് 25, 30 അടുത്ത മാസമൊക്കെ ആവുകയാണെങ്കിൽ ഇപ്പോൾ ഡിലേ ആയി പോവല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പീരിയഡ്സിൻ്റെ ഡേറ്റ് ആയി, അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത ദിവസം തൊട്ട് ഞാൻ ചെയ്യുന്നത് രാവിലെയും രാത്രിയിലും ഒരു ഡ്രിങ്ക് കുടിക്കും. ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും രാത്രി ഡിന്നറിനൊപ്പവും കുടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ജ്യൂസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് കുടിക്കുന്നത്. കാരണം ആദ്യത്തേത് സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. രണ്ടാമത്തേത് നമുക്ക് സാധാ വീട്ടിൽ കഷായം പോലാണ്. കഷായം എന്ന് പേരേ ഉള്ളൂ, ഒരു മധുരമുള്ളതാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടിനും ടേസ്റ്റ് ഒന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് കുടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 3 ദിവസം കുടിക്കുമ്പോൾ തന്നെ എനിക്ക് ആവാറുണ്ട്. ലൈക്ക് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പീരിയഡ്സ് ആവുന്നവരേക്കും കുടിക്കും. അപ്പോഴത്തേക്കും പീരിയഡ്സ് ആയി കഴിയുമ്പോൾ ഞാൻ നിർത്തും. ഇതിപ്പോൾ പീരിയഡ്സ് ആവാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ശരീരത്തിൻ്റെ വേദനയും ഫ്ലോയിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ചിലർക്ക് ആദ്യത്തെ ദിവസം കുറച്ച് വരും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ തീരെ ഉണ്ടാവില്ല, തേർഡ് ഡേ അതിനും കൂടെ വരും. അങ്ങനെയൊക്കെ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ പീരിയഡ്സ് വരുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ ഒരു കൃത്യം ഫ്ലോയിൽ പീരിയഡ്സ് വരാനും ശരീരത്തിനൊരു ആവതും ഒരു സമാധാനമായിട്ടൊരു ആ ദിവസങ്ങൾ പോകാൻ പീരിയഡ്സ് ഒരു കൃത്യം ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതും മെയിനായിട്ട് നോക്കണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എനിക്ക് സ്യൂട്ട് ആവുന്നതാണ്. അതുകൊണ്ട് എനിക്കൊരു രീതിയിലും സൈഡ് എഫക്ട്സ് ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ ചിലർക്ക് ഇതിനകത്ത് പൈനാപ്പിൾ ചിലർക്ക് പറ്റാറില്ല, മഞ്ഞൾ പറ്റാറില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ ആ റെമഡി തന്നെ വേണ്ടെന്ന് വെക്കുക. കാരണം നമുക്ക് അലർജി ഉള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടൊന്നും നമുക്ക് കഴിക്കാനോ അപ്ലൈ ചെയ്യാനോ ഒന്നും പാടില്ല. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻഗ്രീഡിയൻറ്റ് അലർജി ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ പീരിയഡ്സ് എന്തുകൊണ്ടാണ് ഇറഗുലർ ആവുന്നത് എന്നും കൂടെ നോക്കണം കേട്ടോ. ഇപ്പം എനിക്ക് മെയിനായിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഞാൻ നന്നായിട്ട് സ്ട്രെസ് എടുക്കും. ഒരു കാര്യം ഇല്ലെങ്കിലും സ്ട്രെസ് എടുക്കും, ഉണ്ടെങ്കിലും സ്ട്രെസ് എടുക്കും. എനിക്ക് എൻ്റെ മെയിൻ ഒരു കൺസേൺ ആണ് ഏതൊരു കാര്യവും ഓവറായിട്ട് അനലൈസ് ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഹെയർ ഫോൾ ആയാലും സ്കിന്നിന് കുരുക്കൾ വരുന്നതായാലും പീരിയഡ്സ് ഉണ്ടാകുന്നതായാലും ലൈക്ക് ഡിലേ ആവുന്നതും ഒക്കെ നല്ല രീതിയിൽ വരാറുണ്ട്. സോ എൻ്റെ മെയിൻ പ്രോബ്ലം സ്ട്രെസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിയുന്നതും സമാധാനമായിട്ടുള്ള ആവാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ലൈക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്ട്രെസ്സിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊരു മെയിൻ പ്രോബ്ലമാണ്. ആൻഡ് ചിലർക്ക് ഈ പറഞ്ഞിട്ട് പിൽസ് എടുക്കാറുണ്ടല്ലോ, ബർത്ത് കൺട്രോൾ പിൽസ്, അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ എടുക്കുമ്പോൾ അതിൻ്റെ ബേസ് സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ പീരിയഡ്സ് ഡിലേ ആയിട്ട് പോകാറുണ്ട്. പിന്നെ ചിലർക്ക് PCOD പ്രശ്നമുള്ളപ്പോൾ അത് കാരണവും പീരിയഡ്സ് ഡിലേ ആവാറുണ്ട്. PCOD എന്തുകൊണ്ടാണ് വരുന്നത്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഞാൻ PCODയുടെ കാര്യത്തിൽ മെയിനായിട്ട് പറയാം, ഈ പറഞ്ഞിട്ട് ബട്ടർഫ്ലൈ പോസ് ഉണ്ടല്ലോ, നമ്മുടെ യോഗ പോസ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് നാച്ചുറലി ഹെൽത്തി ആയിട്ടിരിക്കാനും അങ്ങനത്തെ കുറച്ച് യോഗ പോസസ് ഉണ്ട്, അത് ചെയ്യേണ്ട മസ്റ്റാണ് സത്യം പറഞ്ഞാൽ. സോ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തണം. എന്നാലാണ് ഈ ക്വിക്ക് ഫിക്സ് മാത്രമല്ല, റെഗുലറായിട്ട് നല്ല രീതിയിൽ പീരിയഡ്സ് ഫോളോ ചെയ്ത് വരണമെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസും നമ്മൾ ഓക്കെ ആണെന്നുള്ള കാര്യം കൂടെ മെയിനായിട്ട് ഉറപ്പ് വരുത്തണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിവേ, നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ എന്താ വേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ ഡ്രിങ്ക് ഞാൻ പറഞ്ഞല്ലോ, സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കാര്യമാണ്. ദെൻ അഗെയിൻ നമുക്ക് ഈ പൈനാപ്പിൾ ചേർക്കുന്നത് കൊണ്ട് എല്ലാവർക്കും അത് യൂസ് ആവാൻ പറ്റണമെന്നില്ല. ചിലർക്ക് നന്നായിട്ട് അലർജി ഉണ്ട് പൈനാപ്പിളിൽ, അങ്ങനെയുള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ വേണം, പപ്പായ വേണം, ഇഞ്ചി, മഞ്ഞൾ, ഇത്രയും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കണം. നല്ല രീതിയിൽ തരിയില്ലാണ്ട് കട്ടയില്ലാണ്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് അരിക്കാൻ പാടില്ല കേട്ടോ, അങ്ങനെ തന്നെ കുടിക്കുക. കാരണം അതിനകത്ത് ഫൈബറും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് അരിക്കാതെ കുടിക്കുക. ആൻഡ് മധുരം വേണമെന്ന് തോന്നിയാൽ പഞ്ചസാര ചേർക്കാം. ഞാൻ അല്ലാതെ പഞ്ചസാര ഇല്ലാതാണ് യൂസ് ചെയ്യാറ് പൊതുവേ. പിന്നെ നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കുന്നത് നല്ലതാണ്. കാരണം ശർക്കര ബ്ലഡ് പ്യൂരിഫയർ കൂടെ ആയതുകൊണ്ട്. ശർക്കര എന്ന് പറയുമ്പം നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. കാരണം ശർക്കരയിൽ ഈ തരി പോലെ മണ്ണ് പോലൊക്കെ കാണും. അപ്പോൾ അത് വരാതിരിക്കാൻ അതൊന്ന് അരിച്ചിട്ട് വേണം ഈ ജ്യൂസിനകത്ത് ചേർക്കാൻ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആ ഒരു മധുരവും കിട്ടും. അപ്പോൾ അത് വേണേൽ ചെയ്യാം. അത് ഈ പറഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം രാത്രി ഡിന്നറിനൊപ്പം ഡെയിലി പീരിയഡ്സ് ആവുന്നവരൊക്കെയാണ് ഞാൻ കുടിക്കുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കഷായ മോഡിലുള്ളതാണ്. അതിന് വേണ്ടത് മഞ്ഞൾ, ഇഞ്ചി, ചെറിയ ജീരകം, തുളസി, ശർക്കര.
അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് തിളപ്പിക്കണം. ആ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ആ വെള്ളത്തിൽ നന്നായിട്ട് ആവണം. അത് കഴിഞ്ഞിട്ട് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ചെറിയ ചൂടോടുകൂടി കുടിക്കാം. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഡിന്നറിന് കൂടെയാണ് ഞാൻ കുടിക്കാറ്. അങ്ങനെ ഡെയിലി 3 days കുടിക്കുമ്പോഴത്തേക്കും ലൈക്ക് പീരിയഡ്സ് ആവുകയോ ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ രണ്ടാണേലും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. എന്നിട്ട് റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്ന വരെയാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പീരിയഡ്സ് വന്ന് കഴിഞ്ഞിട്ട് നിർത്തും. പിന്നെ ഇത് എല്ലാ മാസവും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പീരിയഡ്സ് ഡിലേ ആവുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ്സ് കഴിക്കുന്നതും പീരിയഡ്സിന് നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നും അല്ല കേട്ടോ. ഇത് സ്ഥിരമായിട്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് ഉള്ളതും കൂടാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. ഞാൻ ക്രെഡിറ്റ് ഒന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും വേണ്ടി വരാറില്ല. ചില മാസങ്ങളിൽ ഡിലേ ആകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് എനിക്ക് നന്നായിട്ട് തന്നെ വർക്ക് ആവാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പീരിയഡ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്സിൻ്റെ കാര്യം പറഞ്ഞത്. ആൻഡ് ദെൻ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഞാൻ റോസ്മറി ക്ലോ വാട്ടറിൻ്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ. 2 weeks കഴിഞ്ഞു. അപ്ഡേറ്റ് ഞാൻ ഇതുവരെ ഇട്ടില്ല. ഞാൻ ഫസ്റ്റ് വീക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻവേർഷൻ ചെയ്യണം. ഫസ്റ്റ് 3 days ഒക്കെ ചെയ്തു. 4th day ആയപ്പോഴത്തേക്കും ലൈക്ക് നമ്മൾ ആൽമണ്ട്സ് കഴിക്കുന്നുണ്ട്, ആഹാരത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഹെയർ കെയർ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. 4th day ആയപ്പോഴത്തേക്കും ഞാൻ നിർത്തി. ഹെയർ കെയർ ചെയ്യുന്നത് നിർത്തിയെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഡൗൺ ആയിരുന്നു. അപ്പോഴത്തേക്കും ഞാനത് 2-3 ദിവസം സ്കിപ്പായിപ്പോയി. പിന്നെ ഞാൻ ആലോചിച്ചു ഇനി ഒന്നേന്ന് തുടങ്ങണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലീറ്റ് ആവില്ലല്ലോ. Day 1 പിന്നെയും സ്റ്റാർട്ട് ചെയ്യണ്ടേ. അങ്ങനെ അങ്ങ് മടിച്ച ദിവസങ്ങൾ കുറേ പോയി. പിന്നെ 2 weeks കഴിഞ്ഞപ്പോൾ എനിക്ക് കമൻസ് വന്നു, ലൈക്ക് മെസ്സേജും ചോദിച്ചു എന്തായ അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. അന്നേരം ഞാൻ ആലോചിച്ചു 2 ആഴ്ചയും കഴിഞ്ഞു. സോ പറഞ്ഞു വന്നത് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് ബ്രേക്ക് ആയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ആകെ ഡൗൺ ആയിപ്പോയപ്പോൾ അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഫേക്കായിട്ട് എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചെയ്ത് നോക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ആ 3 days എനിക്ക് മനസ്സിലായ കാര്യം ഒബ്വിയസ്ലി മുടി നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്ന ഫീൽ ചെയ്തു. ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഹെയർ ലെങ്ത് എന്തായി അതൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല. ആൻഡ് പിന്നെന്താണ് പക്ഷേ ഞാൻ ഇത് റീസ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുവരേക്കും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് തീർച്ചയായിട്ടും അറിയിക്കാം. പിന്നെ ഇത് യൂസ്ഫുൾ ആയ ചാൻസിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ബൈ.